അട്ടഹാസങ്ങൾ നമുക്കിനി വേണ്ട. പരീക്ഷ 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 എന്ന് ആവർത്തിച്ച് പരീക്ഷയെ കേന്ദ്രീകരിച്ചുള്ള പഠനം നമുക്ക് വേണ്ട. എത്ര സിമ്പിളാന്നറിയോ? തല തിരിച്ചിട്ട് പപ്പടം എന്ന് പറഞ്ഞാൽ മതി. തല തിരിച്ചു പറയാനാ പറഞ്ഞേ. പൊതുവിദ്യാലയങ്ങൾ, അതിലെ കരിക്കുലമാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നല്ല പേഴ്സണാലിറ്റിയും ജീവിതവും കൊടുക്കുന്ന കരിക്കുലം. SOFTEN. കുട്ടികൾ പ്രൈമറി വിദ്യാലയത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ സോഫ്റ്റനാക്കുക, അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാത്? യെസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. ടാക്സ് ഒന്നും നടക്കണ്ടല്ലോ പുഞ്ചിരിക്കാൻ, ആണോ? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടികളെ വിളിക്കുക. രാവിലെ തന്നെ അടുപ്പത്തൊന്നും ആയിട്ടില്ല, സ്കൂൾ വണ്ടി വരാനായി, ചെക്കനാണ് എണീറ്റിട്ടില്ല, നീകടാ എന്ന അട്ടഹാസങ്ങൾ നമുക്കിനി വേണ്ട. പരീക്ഷ 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 എന്ന് ആവർത്തിച്ച് പരീക്ഷയെ കേന്ദ്രീകരിച്ചുള്ള പഠനം നമുക്ക് വേണ്ട. നമുക്ക് രാവിലെ കുട്ടികളെ മെല്ലെ വിളിക്കുക, അവന്റെ മേലെ ഒന്ന് കൈവച്ചിട്ട് തൊട്ട് വിളിക്കുക, അവന്റെ കവിളത്ത് വീണിരിക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കുക, എന്നിട്ട് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഒന്ന് പുറത്ത് മാന്തി കൊടുക്കുക, മോനെ എന്ന് വിളിക്കുക. അത്തരത്തിൽ അവനെ ഉണർത്തുക. സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. അങ്ങോട്ട് പറഞ്ഞാ പോരാ, ഇങ്ങോട്ട് കേൾക്കണം. വീട്ടിൽ അരമണിക്കൂറെങ്കിലും വരാന്തയിൽ അച്ഛനും അമ്മയും മക്കളും ടിവിയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം പൂട്ടിയിട്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയാ. ഐ കോണ്ടാക്ട്. വർത്തമാനം പറയുമ്പോ ഒന്ന് മുന്നോട്ട് കുനിയ, ഫോർവേഡ് ലീൻ. എന്നാ മോനെ, സ്കൂളും വിട്ട് വന്ന ഉടനെ അരമണിക്കൂർ നേരം കുട്ടികൾ സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ കേട്ടിരുന്നു കൊടുക്കുക. സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയ, കണ്ണിൽ നോക്കി വർത്തമാനം പറയാ. കണ്ണാണല്ലോ സൗന്ദര്യം, വ്യക്തിത്വം. ചെറിയ പ്രായം മുതൽ വയസ്സാകുന്നത് വരെ മാറാതെ നിൽക്കുന്ന ഒരു അവയവം കണ്ണാണ്. ആ കണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ടാ പണ്ട് പേരിട്ട് തന്നെ. പണ്ട് പേരിട്ടത് എന്റെ നാട്ടിൽ 12 പങ്കജാക്ഷിയും കമലാക്ഷിയും അംബുജാക്ഷിയും താമരപ്പൂവിന്റെ ഇതിലുപോലെ കണ്ണുള്ളവളെ സുന്ദരി. മീനാക്ഷിയുണ്ട് കുറെ, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവളെ. വിശാലാക്ഷിയുണ്ട് 7 വലിയ കണ്ണുള്ളവളെ. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണ് സൗന്ദര്യമാണ്, അതാ വിശാലാക്ഷി എന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിക്കും. മനസ്സിലായോ? വിശാലാക്ഷി കുഞ്ഞിക്കണ്ണനും അങ്ങനെയാണ്. കണ്ണിന് സൗന്ദര്യം. മഞ്ജു വാര്യരുടെ കണ്ണിന് അത്ര വലുപ്പമില്ല, ലേശം വലുപ്പം കുറഞ്ഞുകൊണ്ടാ അതിലും വലിയ കണ്ണുള്ള കാവ്യാമാധവന്റെ അടുത്തേക്ക് മറ്റേ വിദ്വാൻ ഓടിയെന്നാണ്. മനസ്സിലായോ? അതാ ആ കണ്ണിൽ നോക്കി വർത്തമാനം പറ. ഐ കോണ്ടാക്ട്. ഇനി നോഡിങ്. എന്താ നോഡിങ്? നോഡിങ് എന്താന്ന് ഞാൻ കുട്ടികളോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം പറഞ്ഞാൽ നോഡിങ് പറയും. പപ്പടം തന്നിട്ടുണ്ടോ? പപ്പടം ഒന്ന് തലതിരിച്ച് പറഞ്ഞാട്ടെ. പപ്പടം ഒന്ന് തലതിരിച്ച് പറഞ്ഞാട്ടെ. ടം ടം പ. പപ്പടം ഒന്ന് തലതിരിച്ച് പറ. ടം പപ്പ. ആർക്കും അറിയില്ല. എത്ര സിമ്പിളാന്നറിയോ? തല തിരിച്ചിട്ട് പപ്പടം എന്ന് പറഞ്ഞാ മതി. തല തിരിച്ചു പറയാനാ പറഞ്ഞേ. മനസ്സിലായോ? ഈ തലേന്റെ പ്രത്യേകത ഇടത്തോട്ടും തിരിക്കാം, വലത്തോട്ടും തിരിക്കാം, മേലോട്ടും നോക്കാം, താഴോട്ടും നോക്കാം, കുലുക്ക. ഈ തല കുതിരക്ക് ജീനി വെച്ച പോലെ നടക്കാനുള്ളതല്ല, തല കുലുക്കാനുള്ള. മക്കളോട് വർത്താനം പറയുമ്പോ തല കുലുക്കണം, തല കുലുക്കണം. മനസ്സിലായോ? അതാ നോഡിങ്. SOFTEN. സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിൽ ഈ 2 മാസം ഈ പ്രകൃതിയാകുന്ന പ്രപഞ്ച വിദ്യാലയത്തിൽ മാവിന്റെ ചവിട്ടാലുള്ള ക്ലാസ് റൂമിൽ കുട്ടികൾ പഠിക്കട്ടെ, വളരട്ടെ. അത്തരത്തിലൊരു നല്ല വെക്കേഷനിൽ കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി തിരിച്ചു വരുമ്പോ 5-ലെ കുട്ടി 6-ലെത്തുമ്പോ 6-ലെ കുറച്ചും കൂടി വലിയ പാഠപുസ്തകം അവന്റെ തലക്കുള്ളിൽ കയറാൻ പറ്റുന്ന വിധത്തിൽ അവന്റെ തല വികസിപ്പിച്ചിട്ട് തിരിച്ചു സ്കൂളിൽ കൊണ്ടുവരിക. ഈ ഗവൺമെന്റ് സ്കൂൾ ഈ നാടിന്റെ പ്രകാശഗോപുരമാണ്. ഈ സ്കൂൾ വികസിപ്പിക്കുക. വണ്ടിയിൽ വന്നിട്ട് ഗ്രാമത്തിന്റെ ഇടവഴികളിലും നടവഴമ്പുകളിലും കുട്ടികളെ തോണ്ടി തോണ്ടി പട്ടണത്തിലേക്ക് പോകുന്ന ശ്രദ്ധിക്കുക. അത് അവർ കുറച്ച് ഇംഗ്ലീഷെല്ലാം പറഞ്ഞിരിക്കും, പക്ഷെ അവർക്ക് ജീവിതം വളരെ കുറവായിരിക്കും, കമ്മിയായിരിക്കും. ഇംഗ്ലീഷ് പറയലല്ല ജീവിതം. ഇംഗ്ലീഷ് പറയും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, എന്റെ മോനല്ലോ സാധാരണ സ്കൂളിൽ പഠിച്ചാണ്, ഓൻ +2 നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂൾ, പൊതുവിദ്യാലയങ്ങൾ, അതിലെ കരിക്കുലമാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നല്ല പേഴ്സണാലിറ്റിയും ജീവിതവും കൊടുക്കുന്ന കരിക്കുലം. ആ കരിക്കുലത്തെ ശക്തിപ്പെടുത്താൻ ഈ വിദ്യാലയത്തെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇവിടെയുള്ള
കോതോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം വളരെ മനോഹരമായി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെയും PTA കമ്മിറ്റിയെയും ഹെഡ്മാഷെയും എല്ലാം അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയോട് സഹകരിച്ചിട്ട് ഇത്രയും വലിയ ജനക്കൂട്ടം വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നു ചേർന്നതിൽ നിങ്ങളെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്നെ കേട്ടതിനും എന്നെ വിളിച്ചതിനും നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.